ഹലോ ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിപ്പോൾ നാസ്ത കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ടേബിൾ മേൽ വന്നിരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ദോശ, ഉഴുന്ന് ദോശ. അപ്പം നല്ല നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, സൈഡെല്ലാം നല്ല ഇതായി കരിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല അതിൻ്റെ മണമുണ്ട്. ഈ മണം മണത്താൽ തന്നെ ആരായാലും ഒരു 5 ദോശ 6 ദോശയും തിന്നു. അപ്പോൾ കണ്ട ദോശൻ്റെ ഉള്ളിൽ നോക്കി നല്ല അടിപൊളിയായിട്ട്. ഹോട്ടലിൽ വരെ ഇങ്ങനത്തെ ദോശ കിട്ടൂല. അപ്പം അങ്ങനെയാണ് നമ്മൾ വൈഫ് ഉണ്ടാക്കിയതാണ്. അടുത്തത് ഞാൻ കാണിക്കുന്നത് നല്ല ചട്നി, തക്കാളിക്കറി ഇത്. ഇപ്പോൾ കടുകിട്ട് കറിവേപ്പിലെല്ലാം ഇട്ട് കാച്ചിട്ടുള്ള നല്ല അടിപൊളി കറിയാണിത്. അപ്പോൾ ഇത് നമ്മളെന്താക്കുമെന്ന് പറഞ്ഞാൽ ഇതിന്ന് എടുത്തിട്ട് ലേശം ഈ സൈഡിലങ്ങ് വെക്കും. ഇവിടെ ഇങ്ങനെ വെക്കും. ഇവിടെ ഇങ്ങനെ ഒഴിച്ചിട്ട് അതിൻ്റെ അപ്പുറം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളെ ചിരട്ട ചമ്മന്തി എന്ന് പറയും. നല്ല അടിപൊളി സ്പൂണും. അപ്പോൾ അതിൽ ചിരട്ട ചമ്മന്തിയിൽ നല്ല എന്താണുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ളത് നോക്കാം. വാവ്, സൂപ്പറാണ്. അടിപൊളി ചമ്മന്തി. മാങ്ങയില്ല, തേങ്ങ, വെളുത്തുള്ളി, പിന്നെ വേറെ എന്തൊക്കെയോ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. ഇതെല്ലാം വൈഫിൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താക്കും, കുറച്ച് ചമ്മന്തി എടുക്കും, ഈ സൈഡിലവിടെ വെക്കും, എന്നിട്ട് ഇതിവിടെ വെക്കും. നമ്മൾ ഇങ്ങനെ ചെറുങ്ങനെ ദോശ മുറിച്ചിട്ടിട്ട് തക്കാളിയിൽ ഇങ്ങനെ തന്നെ കഴിക്കണം, എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും. ഇതിൽ മീൻ കറി ഇറച്ചിക്കറി എന്ന് വെച്ചാൽ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ നമ്മളെന്താക്കുന്നത്, കടുകെല്ലാം അങ്ങ് മാറ്റി. ഞങ്ങൾക്ക് കടുക് തീരെ ഇഷ്ടമല്ല, അപ്പോൾ കടുക് എടുക്കില്ല. ആ സൈഡിൽ കുറച്ച് ചമ്മന്തി എടുത്ത് മടക്കി വെച്ച് ഇങ്ങനെ തിന്നോക്കട്ടെ. ഡിസേർട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാലോ, ഒന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി. അതിൻ്റെ ഒരു സ്പൈസിയും എരിവും എല്ലാം ഇതിൽ മിക്സായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. തക്കാളിൻ്റെ പുളി, ചമ്മന്തിൻ്റെ എരിവ്, അതിൻ്റെ ടേസ്റ്റ്, തേങ്ങൻ്റെ രസം എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ കഴിച്ചു നോക്കി അതിൻ്റെ റിസൾട്ട് ഈ വീഡിയോ കഴിഞ്ഞ പാട് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ പറയുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. ഓക്കെ, ബൈ ബൈ.